ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. റോഡ് നിർമ്മാണത്തിൽ അഴിമതി കാട്ടിയ എഞ്ചിനീയർമാർക്കും കരാറുകാരനും തടവ് ശിക്ഷയും പിഴയും വിധിച്ച് വിജിലൻസ് കോടതി. പുത്തഞ്ചിറ ചിലങ്ക അരിക്ക പബ്ലിക് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടത്തിയ കേസിലാണ് നടപടി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശി യഹിയാണ് മരിച്ചത്. ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. 2 ആഴ്ചയായി H1N1 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. 2 പേർക്ക് വെസ്റ്റ് നൈൽ പനി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. റോഡ് നിർമ്മാണത്തിൽ അഴിമതി കാട്ടിയ എഞ്ചിനീയർമാർക്കും കരാറുകാരനും തടവ് ശിക്ഷയും പിഴയും വിധിച്ച് വിജിലൻസ് കോടതി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ ചിലങ്കരിക്ക പബ്ലിക് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടത്തിയ കേസിലാണ് നടപടി. ഇവരുടെ അഴിമതി മൂലം സർക്കാരിന് 1,08,664 രൂപയുടെ നഷ്ടം വരുത്തിയെന്നതാണ് കേസ്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ ചിലങ്ക അരീക്ക പബ്ലിക് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടത്തിയ കേസിലാണ് നടപടി. അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന മഹ്റുനിസ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VA റുക്കിയ എന്നിവരെയും കരാറുകാരനായിരുന്ന TD ഡേവിസിനെയും തൃശൂർ വിജിലൻസ് കോടതി 1 വർഷം വീതം കഠിന തടവിനും 20,000 രൂപ വീതം പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചു. കരാറുകാരനായിരുന്ന TD ഡേവിസ് നിയമാനുസരണമുള്ള നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെയും പ്രവൃത്തിയുടെ നിർവഹണ ഉദ്യോഗസ്ഥയായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെഹ്റുനിസ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ അളവുകൾ കരാറുകാരനെ സഹായിക്കുന്നതിന് കൂടുതലായി രേഖപ്പെടുത്തിയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ VA റുക്കിയ അളവുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്താതെ ക്രമക്കേടിന് കൂട്ടുനിന്നുമാണ് അഴിമതി നടത്തിയത്. ഇവരുടെ അഴിമതി മൂലം സർക്കാരിന് 1,08,664 രൂപയുടെ നഷ്ടം വരുത്തി എന്നതാണ് കേസ്. കേസിൽ തൃശൂർ വിജിലൻസ് യൂണിറ്റ് DYSP ആയിരുന്ന CS മജീദ് രജിസ്റ്റർ ചെയ്ത് DYSP ജ്യോതിഷ് കുമാർ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് പ്രതികൾക്ക് തൃശൂർ വിജിലൻസ് കോടതി 1 വർഷം വീതം കഠിന തടവിനും 20,000 രൂപ വീതം പിഴ ഒടുക്കുന്നതിനും വിധിച്ചത്. മെഹ്റുനിസ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ നിന്നും വിരമിച്ച ശേഷം കരാർ അടിസ്ഥാനത്തിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ ജോലി നോക്കി വരികയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി വിജിലൻസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ER സ്റ്റാലിൻ ഹാജരായി. വിധിയെ സ്വാഗതം ചെയ്യുന്നതായി നാട്ടുകാർ പ്രതികരിച്ചു. 2006 ഇതിന് ഫണ്ട് അനുവദിക്കുന്നതും ആ ഫണ്ട് കണ്ണായി ഡേവിസ് എന്ന് പറയുന്ന കോൺട്രാക്ടറുടെ കീഴിൽ അതിൻ്റെ പണി നടക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഈ പണി ആരംഭിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളോട് വിയോജിപ്പ് ജനങ്ങൾ പറയുകയും അത് അവഗണിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ഓരോ വർക്ക് നടന്നത്. അപ്പോൾ അതിനുശേഷം പണി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പണിയിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തത്. ആ പരാതി കഴിഞ്ഞ ഒരു 18 വർഷക്കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്നലെ തൃശ്ശൂർ വിജിലൻസ് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷകരവും മാതൃകാപരവുമായ ഒരു ശിക്ഷാ നടപടിയായി ഞങ്ങളതിനെ കാണുന്നു. കാരണം 1 വർഷം എഞ്ചിനീയർക്കും കോൺട്രാക്ടർക്കും തടവും 20,000 രൂപ പിഴയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ ഒരു ജനകീയ പ്രതിഷേധത്തിന് ആവേശം ഉണ്ടാക്കുന്ന, ജനകീയ പ്രതിഷേധങ്ങൾക്ക് വിജയമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു വിധിയാണ്. അതുകൊണ്ട് ഞങ്ങളതിൽ വളരെ അഭിമാനിക്കുന്നു. മീഡിയ ടൈം തൃശൂർ. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശിയായ യഹിയ ആണ് മരിച്ചത്. പീച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു യഹിയ. എറണാകുളം മഹാരാജാസ് കോളേജ് SFI യൂണിറ്റ് സെക്രട്ടറിയായ യഹിയയെ ഇന്നലെ വൈകിട്ടോടെയാണ് കാണാതായത്. മഹാരാജാസ് കോളേജിലെ MSc ബോട്ടണി വിദ്യാർത്ഥിയാണ്. 3 സുഹൃത്തുക്കൾക്കൊപ്പം ഇന്നലെ ഡാമിൽ ഇറങ്ങിയപ്പോഴാണ് യഹിയ അപകടത്തിൽപ്പെട്ടത്. പീച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയതായിരുന്നു യഹിയ. അപകടം നടന്ന ഉടൻ തന്നെ സുഹൃത്തുക്കൾ പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും വിവരമറിയിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഡാമിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. രാത്രി ഏറെ വൈകി രക്ഷാപ്രവർത്തനം ദുഷ്കരമായതോടെ ഇന്നലെ രാത്രി നിർത്തിയ തിരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തി തിരച്ചിലിന് നേതൃത്വം നൽകി. അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ഡ്രൈവിംഗ് ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി.
പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് വെള്ളത്തിൽ ഇറങ്ങിയത്. മീഡിയ ടൈം, തൃശൂർ. ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. രണ്ടാഴ്ചയായി H1N1 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിനു പുറമെ ഒരു മാസത്തിനിടെ ജില്ലയിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട്. പ്രദേശത്ത് പനിയുള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. വാടാനപ്പള്ളിയിലും വെള്ളാങ്കല്ലൂരിലുമാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ഇതിൽ വാടാനപ്പള്ളിയിൽ രോഗം ബാധിച്ച 79കാരൻ ഏപ്രിൽ 30 മരിച്ചു. ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ ഈ മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വെള്ളാങ്കല്ലൂരിൽ രോഗം ബാധിച്ചയാൾ സുഖം പ്രാപിച്ചു വരുന്നു. വാടാനപ്പള്ളിയിൽ രോഗം ബാധിച്ച് മരിച്ചയാൾക്ക് മറ്റസുഖങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിന് വെസ്റ്റ് നൈൽ ബാധിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചത്. തുടർന്ന് സമീപ പ്രദേശത്ത് പരിശോധന നടന്നുവെങ്കിലും മറ്റാർക്കും രോഗബാധയുള്ളതായി കണ്ടെത്തിയില്ല. കൂടുതൽ പരിശോധന നടക്കുന്നുണ്ട്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ 72 വയസ്സുള്ള സ്ത്രീക്കാണ് കഴിഞ്ഞ മാസം 26-ന് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. മറ്റൊരു പഞ്ചായത്തിലെ താമസക്കാരിയായ ഇവർ ഏതാനും മാസങ്ങളായി വെള്ളാങ്കല്ലൂരിലെ ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ മാസം 11-ന് പനി ആരംഭിച്ച ഇവർ വെള്ളാങ്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. പനി കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എന്നാൽ ലക്ഷണങ്ങൾ കണ്ട് സംശയം തോന്നിയ ആശുപത്രി അധികൃതർ തുടർ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിരുന്നു. ഏപ്രിൽ 26-നാണ് വെസ്റ്റ് നൈൽ പനിയാണെന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ട് ലഭിച്ചത്. പ്രദേശത്ത് പനിയുള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിൽ ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ ലോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കൂലി തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇതോടെ 7ഓളം ജില്ലകളിലെ LPG വിതരണം തടസ്സപ്പെട്ടു. ഡ്രൈവർമാർ വ്യാഴാഴ്ച രാവിലെ മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. അമ്പലമുകൾ LPG ബോട്ടിലിംഗ് പ്ലാന്റിലെ ജീവനക്കാരാണ് പണിമുടക്കുന്നത്. 23ഓളം കോൺട്രാക്ടർമാർക്ക് കീഴിലുള്ള 150ഓളം ജീവനക്കാരാണ് പണിമുടക്കുന്നത്. ഇതോടെ 7ഓളം ജില്ലകളിലെ LPG വിതരണം തടസ്സപ്പെട്ടു. ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പിന്നാലെ ശ്രീകുമാറിനെ മർദ്ദിച്ചു. പോലീസിന് പരാതി കൊടുത്തിരുന്നെങ്കിലും കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെന്നും കൃത്യമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെന്നും ഇവർ ആരോപിക്കുന്നു. മീഡിയ ടൈം, കൊടകര. കിഡ്നി രോഗിയുടെ ചികിത്സയ്ക്കായി ബസ്സുകളുടെ കാരുണ്യയാത്ര. സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് പ്രശസ്ത നർത്തകനും അഭിനേതാവുമായ RLB രാമകൃഷ്ണൻ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ മിഷാൽ, ശില്പി, വേദവ്, മഹാദേവ, ലക്ഷ്മി ദുർഗ, ലക്ഷ്മി, ചീനിക്കാസ്, അശ്വതി, അൽ അസ എന്നിങ്ങനെ 10 ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഒരു ലോക്കൽ ബസ്സുമാണ് നഗരസഭ 8ാം വാർഡിൽ തൈപ്പിൽ താമസിക്കുന്ന നിഖിലിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിനാവശ്യമായ തുകയിലേക്ക് സംഭാവന നൽകുന്നതിനായി സർവീസ് നടത്തുന്നത്. സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് പ്രശസ്ത നർത്തകനും അഭിനേതാവുമായ RLB രാമകൃഷ്ണൻ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ C നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ഷഹീൻ K മൊയ്തീൻ, TK ലാലു, TR ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. മുനിസിപ്പൽ കൗൺസിലർമാരായ PN വിനയചന്ദ്രൻ, MU ഷിനിജ, അനിത ബാബു, ES സാബു, ഹണി പീതാംബരൻ, താജുമാഷ്, KP സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കോതായിൽ വേണു മകൻ നിഖിൽ 2 കിഡ്നിയും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തുകയും വിശദമായ പരിശോധനയിൽ കിഡ്നി മാറ്റിവെക്കാതെ മറ്റ് നിർവാഹമില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുമായിരുന്നു. മാതാവാണ് കിഡ്നി നൽകുന്നത്. എങ്കിലും സർജറിക്കും മറ്റ് അനുബന്ധ ചികിത്സയ്ക്കുമായി 20 ലക്ഷത്തോളം രൂപ ചിലവ് കണക്കാക്കുന്നുണ്ട്. സാധാരണക്കാരായ നിഖിലിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. നിഖിലിന്റെ ചികിത്സയ്ക്കായുള്ള തുക സമാഹരിക്കുന്നതിന് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ ഇത്രയും ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ബസ്സിൽ കയറുന്ന യാത്രക്കാരിൽ നിന്നും നിഖിലിന്റെ ചികിത്സാ സഹായത്തിലേക്ക് ബക്കറ്റ് കളക്ഷൻ മുഖേന തുക സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സർവീസിൽ നടത്തി ലഭിക്കുന്ന ലാഭം മുഴുവനായും നിഖിലിന്റെ ചികിത്സാ നിധിയിലേക്ക് കൈമാറാനാണ് ബസ് ഓണേഴ്സിന്റെ തീരുമാനം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയുടെ പരമ്പരാഗത ജലസ്രോതസ്സായ പറയൻതോട് നാശത്തിന്റെ വക്കിൽ.
പോട്ടച്ചിറ ഭാഗത്തു നിന്നും ആരംഭിച്ച് അണലൂർ ഗുരുതിപ്പാല കൂടി ചാലക്കുടി പുഴയിൽ വന്നു ചേരുന്നതാണ് പറയൻതോട്. പറയൻതോടിൽ നിരവധി ജലസേചന പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട്. വേനൽക്കാലത്തും പറയൻതോടിൽ സമൃദ്ധിയായി വെള്ളമുണ്ടാകും. പോട്ട മുതൽ നഗരസഭയുടെ അതിർത്തി വരെയുള്ള ഭാഗം ചേറും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. കോസ്മോസ് ക്ലബ്ബ് ഭാഗത്തും തച്ചുടപ്പറമ്പ് പുഞ്ചപ്പാടും ഭാഗത്തും വലിയ തോതിലാണ് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമായി ചണ്ടിയും ചേറും അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. മഴക്കാലത്ത് മഴവെള്ളം ഈ തോട്ടിലൂടെയാണ് പുഴയിലേക്ക് എത്തുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികൾ നടത്തിയിട്ടില്ലാത്തതിനാൽ ഇത്തവണ മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയേറെയാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പറയൻതോടിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചു. മുരിങ്ങൂർ ഡിവൈൻ മേൽപ്പാലം മുതൽ ചിറങ്ങര വരെ ദേശീയപാതയിൽ രണ്ടുവശവും വീതി കൂട്ടുന്ന ജോലികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. രണ്ടുവരി ഗതാഗത സൗകര്യമാണ് സർവീസ് റോഡിലൂടെ ഒരുക്കുന്നത്. ദേശീയപാതയിൽ മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങരയിലും അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സർവീസ് റോഡുകൾ വീതി കൂട്ടുന്നത്. നിലവിൽ ഒരു വരി ഗതാഗതമാണ് സർവീസ് റോഡിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടുവരി ഗതാഗത സൗകര്യമാണ് സർവീസ് റോഡിലൂടെ ഒരുക്കുന്നത്. റോഡും കാനയടക്കം ഏകദേശം 6.5 മീറ്ററോളം വീതി വർദ്ധിപ്പിക്കും. സർവീസ് റോഡിന്റെ വീതി വർദ്ധിക്കുന്നതോടെ റോഡിന്റെ ഇരുവശത്തുള്ള കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതാണ്. മുരിങ്ങൂർ കോട്ടമുറി മുതൽ കൊരട്ടി വരെ നിലവിൽ സർവീസ് റോഡില്ല. ഇവിടെ കൂടി സർവീസ് റോഡ് വരുന്നതോടെ ദേശീയപാതയിൽ അപകടങ്ങളും ഒരു പരിധിവരെ കുറയുവാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ ചിറങ്ങര മുതൽ മുരിങ്ങൂർ ദേശീയപാതയിലെ ഏറ്റവും അധികം അപകടം നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടാണ്. നിലവിലെ ഡ്രൈനേജ് പൊളിച്ചു മാറ്റുവാനുള്ള കാലതാമസം കഴിഞ്ഞാൽ റോഡിന്റെ നിർമ്മാണം വേഗം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നിർമ്മാണ കമ്പനിക്കാർ പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കുഴൂരിൽ മോഷണം. വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 28 പവൻ സ്വർണവും ഡയമണ്ട് മോതിരവും മോഷണം പോയി. കുഴൂർ തെക്കുംമുറി പുളിക്കൻ പ്രകാശിന്റെ വീട്ടിൽ നിന്നുമാണ് മോഷണം നടന്നത്. ഇയാളുടെ മകന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് മാള പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ്, വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പൂട്ട് പൊളിക്കാതെയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. അതിനാൽ താക്കോൽ ഉപയോഗിച്ച് മുൻവശത്തെ വാതിൽ വഴിയാകാം മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചതെന്നാണ് വീട്ടുകാരുടെ നിഗമനം. ഇരിഞ്ഞാലക്കുട KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കണ്ടേശ്വരം അച്ഛൻ്റെയും മക്കളുടെയും സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വെച്ച് നടന്ന കാറും ആംബുലൻസുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരിഞ്ഞാലക്കുട പുതുമന വീട്ടിൽ ശിവകുമാർ മേനോൻ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ശനിയാഴ്ചയാണ് ബാംഗ്ലൂരിലുള്ള ബന്ധുവിനെ കാണാൻ ശിവകുമാർ മക്കളോടൊപ്പം കാറിൽ പോയത്. മടക്കയാത്രയിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുമ്പോഴാണ് കുഞ്ചത്തൂർ ദേശീയപാതയിൽ വെച്ച് അപകടമുണ്ടായത്. എതിർദിശയിൽ അമിത വേഗത്തിൽ വന്ന ആംബുലൻസ് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കേരള അതിർത്തിയോട് ചേർന്നുള്ള തമിഴ്നാട് വാൽപ്പാറയ്ക്കടുത്ത് നെടുങ്ക്രൂഡ ആദിവാസി ഊരിലെ രവിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 19-നാണ് സംഭവം. 2 സുഹൃത്തുക്കൾക്കൊപ്പം ഊരിലേക്ക് വരുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ രവിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ചവിട്ടേറ്റ രവിയെ രക്ഷിക്കാനായില്ല. ചാലക്കുടി മൂഞ്ഞേലിയിൽ കാറിടിച്ച് ട്രാൻസ്ഫോർമർ വീണു. മൂഞ്ഞേലി വളവിൽ വെച്ച് ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചാലക്കുടി ഭാഗത്തു നിന്നും വന്ന സ്കോഡ കാർ നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോർമറിന്റെ പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. ഇതേ തുടർന്ന് ട്രാൻസ്ഫോർമർ ചെരിഞ്ഞു വീഴുകയും ചെയ്തു. പോസ്റ്റിലിടിച്ച കാർ പിന്നീട് സമീപത്തെ പറമ്പിലേക്ക് ചെന്ന് പതിക്കുകയും ചെയ്തു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് കാറിനകത്തുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്ത് 37ാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും
ശാസ്ത്ര സെമിനാറും 11-12 തീയതികളിൽ പറവൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 11 രാവിലെ 9:30 PWD റെസ്റ്റ് ഹൗസിൽ ഹാളിൽ നടക്കുന്ന സംസ്ഥാന വാർഷിക സമ്മേളനം പറവൂർ നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്യും. KHK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജു കരീം അധ്യക്ഷനാകും. 12 പകൽ 11 വഴികുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംസ്ഥാന ശാസ്ത്ര സെമിനാർ ഡെർമിനോസ് 2024 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. IHK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രജു കരീം, വൈസ് പ്രസിഡന്റ് ഡോക്ടർ മൃദുൽ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ TH ഫൈസൽ, സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഫിലിപ്സൺ ഐബ്, IHK ജില്ലാ സെക്രട്ടറി ഡോക്ടർ K മോഹൻകുമാർ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ S സുമത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പറവൂർ ചെറിയപിള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വിവിധ പരിപാടികളോടെ 5 നാൾ ആഘോഷിക്കുന്ന തിരുനാൾ മെയ് 12 സമാപിക്കും. കൊടിയേറ്റത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിജു പാലപ്പറമ്പിൽ, ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി എന്നിവർ തിരുക്കർമ്മങ്ങൾക്കും വചനപ്രഘോഷണത്തിനും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. റോഡ് നിർമ്മാണത്തിൽ അഴിമതി കാട്ടിയ എഞ്ചിനീയർമാർക്കും കരാറുകാരനും തടവ് ശിക്ഷയും പിഴയും വിധിച്ച് വിജിലൻസ് കോടതി. പുത്തഞ്ചിറ ചിലങ്ക അരിക്ക പബ്ലിക് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടത്തിയ കേസിലാണ് നടപടി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശി യഹിയാണ് മരിച്ചത്. ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. 2 ആഴ്ചയായി H1N1 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. 2 പേർക്ക് വെസ്റ്റ് നൈൽ പനി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.